വിശുദ്ധ മറിയം ത്രേസ്യ. കാലഘട്ടത്തിന്റെ പ്രവാചികയും പഞ്ചക്ഷതധാരിണിയും തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന്റെ സ്ഥാപികയും കുടുംബപ്രേക്ഷിതരുടെ മാതൃകയും മധ്യസ്ഥയുമായ വിശുദ്ധ മറിയം ത്രേസ്യയുടെ തിരുനാളാണ് ഇന്ന് തിരുസഭ ആഘോഷിക്കുന്നത്. 1876 ഏപ്രിൽ 26 പുത്തഞ്ചിറ ഗ്രാമത്തിൽ ത്രേസ്യ ചിറമേൽ മങ്കിടിയാൻ എന്ന പേരിൽ മറിയം ത്രേസ്യ ജനിച്ചു. ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ ബഹുമാനാർത്ഥം മാതാപിതാക്കൾ അവൾക്ക് ത്രേസ്യ എന്ന പേര് നൽകി. ആശാൻ കളരിയിൽ അവളെ എഴുത്തിനിരുത്തി. കുഞ്ഞുനാൾ മുതൽ അമ്മയിൽ നിന്ന് കേട്ടറിഞ്ഞ ഈശോയുമായി ഐക്യപ്പെടാൻ അവൾ അതിയായി ആഗ്രഹിച്ചു. ബാല്യം മുതലേ അഗാധമായ ദൈവഭക്തിയിലും ദൈവസ്നേഹത്തിലും വളർന്നു വന്ന ത്രേസ്യ ആഴ്ചയിൽ 4 തവണ ഉപവസിക്കുകയും ദിവസേന പലതവണ ജപമാല ചൊല്ലുകയും ചെയ്തിരുന്നു. തുടർച്ചയായി ഉപവസിച്ച് എല്ലും തോലുമായി തീർന്ന മകളെ ഭക്ഷണം കഴിപ്പിക്കാൻ അമ്മ പ്രയാസപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. 1886 10-ാം വയസ്സിൽ അവൾ പ്രഥമ ദിവ്യകാരുണ്യം സ്വീകരിച്ചു. കുടുംബം ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ ത്രേസ്യയുടെ പിതാവും സഹോദരനും മദ്യപാനികളായി മാറി. ഇതിൽ വിഷമിച്ചിരുന്ന ത്രേസ്യയെ കൂടുതൽ മനോവിഷമത്തിലാക്കിക്കൊണ്ട് അവൾക്ക് 12 വയസ്സുള്ളപ്പോൾ അവളുടെ അമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു. അമ്മയുടെ വേർപാട് അവൾക്ക് സഹിക്കാനാവുന്നതിലും അധികമായിരുന്നു. ദൈവമാതാവിന്റെ മുൻപിൽ മുട്ടുകുത്തി അവൾ പ്രാർത്ഥിച്ചു. ഉള്ളിൽ നിന്നുയർന്ന സമർപ്പണത്തിന്റെ ഹൃദയത്തുടിപ്പുകളോടെ പരിശുദ്ധ അമ്മയുടെ മകളായി ജീവിച്ചുകൊള്ളാമെന്ന വാഗ്ദാനവും ത്രേസ്യ എടുത്തു. 1902 ഏപ്രിൽ 2-ാം തീയതി ഫാദർ ജോസഫ് വിധേയത്തിൽ പുത്തഞ്ചിറ വികാരിയായി നിയമിതനായി. ആധ്യാത്മിക പിതാവെന്ന നിലയിൽ അദ്ദേഹമായിരുന്നു ത്രേസ്യയുടെ ആത്മീയ ജീവിത വളർച്ചയ്ക്ക് പ്രചോദനമേകിയത്. ആരോരുമില്ലാത്തവരെ സഹായിച്ചാൽ ദൈവം തരുന്ന കൂലി അതാർക്കും ഊഹിക്കാൻ പറ്റാത്തതിലധികമാണ് എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ മറിയം ത്രേസ്യയെ കുടുംബങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പ്രേരിപ്പിച്ചു. ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഓരോ കുടുംബത്തിലേക്കും അവൾ പോയത്. അസമാധാനത്തിൽ കഴിയുന്ന മനുഷ്യമക്കൾക്ക് അവൾ സാന്ത്വന വചസ്സുകൾ ഓതിക്കൊടുത്തു. രോഗികളായി കഴിയുന്നവരെയും മരണത്തോട് മല്ലിട്ട് അസ്വസ്ഥത അനുഭവിക്കുന്നവരെയും ത്രേസ്യ ശുശ്രൂഷിച്ച് പ്രാർത്ഥിച്ചു. നിഷ്കപടവും ആർജവം നിറഞ്ഞതുമായ ത്രേസ്യയുടെ ജീവിതശൈലിയെ നാട്ടുകാരിൽ ചിലർ ആക്ഷേപ വിഷയമാക്കി. യുവതികൾ വീട് വിട്ടിറങ്ങി അന്യവീടുകളിൽ പോയി ശുശ്രൂഷ ചെയ്യുന്നത് കാലത്തിനും കുലീനതയ്ക്കും നിരക്കാത്തതെന്ന് പലരും വിധി എഴുതി. മനസാക്ഷി കുറ്റപ്പെടുത്താത്ത ആ ജീവിത വഴികളിൽ മറിയം ത്രേസ്യ ഈശോയോടുള്ള സ്നേഹത്തിൽ ലയിച്ച് പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ടിരുന്നു. ഈ ശുശ്രൂഷകളുടെ ഇടയിൽ ത്രേസ്യയുടെ ജീവിതം ഏറെ പ്രലോഭനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും മാനസികവും ശാരീരികവുമായ വേദനകൾക്കും വിധേയമായി. തീരാവേദനയിലും ത്രേസ്യ പ്രാർത്ഥനയും പ്രായശ്ചിത്ത പ്രവൃത്തികളും നോമ്പും ഉപവാസവും കൂടുതൽ ശക്തമാക്കി. ദുഷ്ടശക്തികളുടെ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ അതാണ് പറ്റിയ മാർഗമെന്ന് ത്രേസ്യ മനസ്സിലാക്കി. 1904 ത്രേസ്യയ്ക്ക് പരിശുദ്ധ മാതാവിന്റെ ഒരു ദർശനമുണ്ടായി. മാതാവ് ആവശ്യപ്പെട്ടതനുസരിച്ച് അവൾ തന്റെ പേരിനോട് മറിയം എന്നുകൂടി ചേർത്ത് മറിയം ത്രേസ്യ ആക്കി. സുഹൃത്തുക്കളുമായി ചേർന്ന് മറിയം ത്രേസ്യ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മ സ്ഥാപിച്ചു. അവർ ഒരുമിച്ച് ജാതി മതഭേദമന്യേ പാവങ്ങളെയും രോഗികളെയും സന്ദർശിച്ചു. ചെറുപ്പം മുതൽ ഈശോയെ ധ്യാനിച്ചുകൊണ്ടിരുന്ന ത്രേസ്യയ്ക്ക് പീഡാനുഭവ ദർശനങ്ങൾ നൽകി ദൈവം അനുഗ്രഹിച്ചിരുന്നു. ലോകത്തിൽ മനുഷ്യർ ചെയ്യുന്ന പാപങ്ങളാണ് ഈശോയുടെ പീഡാനുഭവത്തിന് കാരണമെന്ന് ത്രേസ്യ മനസ്സിലാക്കി. ഈശോയുടെ കുരിശ് ഏറ്റുവാങ്ങി വേദന കുറയ്ക്കാൻ ത്രേസ്യ ആഗ്രഹിച്ചു. ഈ മനോഭാവമാണ് ഈശോയുടെ പീഡകളിൽ പങ്കുപറ്റാനും അതിന്റെ അടയാളമായി സ്വശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ സ്വീകരിക്കാനും അവളെ പ്രാപ്തയാക്കിയത്. 1905 മറിയം ത്രേസ്യയ്ക്ക് ഈശോയുടെ പഞ്ചക്ഷതങ്ങൾ ലഭിച്ചത്. 1912 നവംബർ 26-ാം തീയതി മറിയം ത്രേസ്യ അഭിവന്യ ജോൺ മേനാച്ചേരി മെത്രാന്റെ അനുവാദപ്രകാരം ഒല്ലൂർ കർമ്മലീത്ത മഠത്തിൽ ചേർന്നെങ്കിലും അവളുടെ സേവനം പുത്തഞ്ചിറയിൽ ലഭിക്കണമെന്ന ഇടവകക്കാരുടെ ആവശ്യം മാനിച്ചുകൊണ്ട് അവൾ പുത്തഞ്ചിറയിൽ ഒരു ഭവനത്തിൽ 1913 ഒക്ടോബർ 13-ാം തീയതി മുതൽ താമസമാക്കി. ത്രേസ്യയുടെ ജീവിതചര്യയോട് താൽപ്പര്യമുള്ള മറ്റു 3 പേരും അവളുടെ കൂടെ ഈ ഭവനത്തിൽ താമസിച്ചു. 1914 മെയ് 14-ാം തീയതി മേനാച്ചേരി മെത്രാന്റെ അനുവാദത്തോടെ മറിയം ത്രേസ്യ സഭാവസ്ത്ര സ്വീകരണവും പ്രഥമ വ്രതവാഗ്ദാനവും നടത്തി തിരുകുടുംബ സന്യാസിനി സമൂഹത്തിന് തുടക്കം കുറിച്ചു. ആ സന്യാസ സഭയുടെ ലക്ഷ്യം കുടുംബങ്ങളിൽ പ്രാർത്ഥനാ ചൈതന്യവും സ്നേഹവും വളർത്തി ദൈവോന്മുഖമാക്കുക എന്നതായിരുന്നു. കുടുംബങ്ങളിൽ ക്രിസ്തീയ ചൈതന്യവും മൂല്യങ്ങളും വളർത്താൻ ആത്മാർത്ഥമായി പരിശ്രമിച്ച വിശുദ്ധയാണ് മറിയം ത്രേസ്യ. അതിനാലാണ് കുടുംബങ്ങളുടെ മധ്യസ്ഥയായി വിശുദ്ധ വാഴ്ത്തപ്പെടുന്നത്. വിധേയത്തിലച്ചനായിരുന്നു മറിയം ത്രേസ്യയുടെ ആധ്യാത്മിക നിയന്താവ്. കുടുംബങ്ങളുടെ പുനരുദ്ധാരണത്തിന് വിദ്യാഭ്യാസം അത്യന്താപേക്ഷിതമാണെന്ന് ഗ്രഹിച്ച മദർ മറിയം ത്രേസ്യ 1915 പുത്തഞ്ചിറയിൽ പെൺകുട്ടികൾക്കായി ഒരു പള്ളിക്കൂടം ആരംഭിച്ചു. മഠത്തിനായി പണിതീർത്ത കെട്ടിടത്തിലെ 6 മുറികളിൽ 2 ഉപയോഗിച്ചാണ് ക്ലാസുകൾ നടത്തിയിരുന്നത്.
ഇംഗ്ലീഷ് ഭാഷാ പഠനം വിദ്യാഭ്യാസ രംഗത്ത് അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിയ മദർ 1918 ഏതാനും കുട്ടികളെയും സിസ്റ്റേഴ്സിനെയും ഇംഗ്ലീഷ് ഭാഷാ പഠനത്തിനായി തൃശൂരിൽ ഒരു കെട്ടിടം വാടകയ്ക്കെടുത്ത് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി. ഇന്ന് തിരുക്കുടുംബ സന്യാസിനി സമൂഹം നേതൃത്വം നൽകുന്ന പരിശീലന കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മദർ മറിയം ത്രേസ്യായുടെ വിദ്യാഭ്യാസ പ്രതിബദ്ധതയ്ക്ക് സാക്ഷ്യമായി നിലകൊള്ളുന്നു. 1922 കുഴിക്കാട്ടുശ്ശേരിയിൽ പുതിയ മഠം സ്ഥാപിതമായി. പുതിയതായി രൂപം കൊണ്ട സന്യാസ സമൂഹത്തിന് ആവശ്യമായ സഹായങ്ങൾ നാട്ടുകാർ കണ്ടറിഞ്ഞ് ഔദാര്യപൂർവ്വം നൽകി. പ്രാർത്ഥനയിലും കാരുണ്യപ്രവർത്തികളിലും മദർ മറിയം ത്രേസ്യ സമയം ചെലവഴിക്കുകയും സന്യാസ സമൂഹാംഗങ്ങളെ അതിനായി പ്രചോദിപ്പിക്കുകയും ചെയ്തു. അനുദിനം സന്യാസ സമൂഹത്തിൽ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. ജീവിത ദൗത്യം വിജയകരമായി പുരോഗമിക്കവേ തുമ്പൂരിലെ പുതിയ ശാഖാമഠത്തിന്റെ ആശീർവാദവേളയിൽ തിക്കിലും തിരക്കിലും മദ്ബഹായുടെ അഴുക്കാൽ മറിഞ്ഞ് മറിയം ത്രേസ്യായുടെ കാലിൽ മാരകമായ മുറിവുണ്ടാവുകയും അത് മറിയം ത്രേസ്യായെ രോഗബാധിതയാക്കുകയും ചെയ്തു. രോഗം മൂർച്ഛിച്ച് 1926 ജൂൺ 8 മറിയം ത്രേസ്യ നിത്യതയിലേക്ക് യാത്രയായി. മറിയം ത്രേസ്യായുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള കുഴിക്കാട്ടുശ്ശേരി മഠത്തോട് ചേർന്നുള്ള കപ്പേളയിലാണ്. അനേകർ മറിയം ത്രേസ്യായുടെ മധ്യസ്ഥം തേടി ആ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നു. വിശ്വാസത്തിന്റെയും ജീവകാരുണ്യത്തിന്റെയും വീരോചിതമായ മാർഗത്തിലൂടെ ചരിച്ച ഈ സുഹൃത കന്യകയെ തിരുസഭ 1999 ജൂൺ 28 ധന്യയായും 2000 ഏപ്രിൽ 9 വാഴ്ത്തപ്പെട്ടവളായും 2019 ഒക്ടോബർ 13 വിശുദ്ധയായും പ്രഖ്യാപിച്ചു. ആഴത്തിലുള്ള ദൈവസ്നേഹവും ആത്മാർത്ഥമായ കാരുണ്യവും പ്രകടമാക്കിക്കൊണ്ട് ദൈവമഹത്വത്തിനും സഹോദരങ്ങളുടെ നന്മയ്ക്കുമായി മാറ്റിവെച്ച മദർ മറിയം ത്രേസ്യായുടെ വിശുദ്ധി നിറഞ്ഞ ജീവിതം നമുക്കും ദൈവസ്നേഹത്തിൽ ആഴപ്പെടാനും കാരുണ്യം നിറഞ്ഞ ജീവിതം നയിക്കാനും പ്രചോദനം നൽകട്ടെ. നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കുമായി വിശുദ്ധ മറിയം ത്രേസ്യായുടെ മധ്യസ്ഥം അപേക്ഷിച്ച് ഈ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറിയം ത്രേസ്യ, നീ മറിയത്തിൻ ത്രേസ്യ, പ്രാർത്ഥിക്കണമേ നിൻ മക്കൾക്കായി നിത്യം. മറിയം ത്രേസ്യ, നീ മറിയത്തിൻ ത്രേസ്യ, പ്രാർത്ഥിക്കണമേ നിൻ മക്കൾക്കായി നിത്യം. ഭാരതസഭ തൻ പ്രഭയാം, കേരള മണ്ണിൻ കൃപയാം, പുത്തൻ ശിവതൻ മകളാം മറിയം ത്രേസ്യ. വാഴുക നീ ജ്ഞാനമകൾ മറിയം ത്രേസ്യ.